ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മാലതി മൈഥിലിയെ വിളിച്ച് വാളിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ഏത് വാള്? ഞാൻ അവിടെ നിന്ന് ഒരു വാളും എടുത്തിട്ടില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് മൈഥിലി കോള് കട്ട് ചെയ്യുമ്പോൾ മാലതി പറയുകയാണ്, ഇവൾക്ക് മര്യാദയുള്ള പണി കൊടുത്തിട്ട് ഇനിയൊരു കാര്യവുമില്ല. അല്പം സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് മാലതി വൈശാഖിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തൊരടിയാടാ നീ ആ കാർത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയത്? എന്നിട്ട് നീ എന്താ അവനെ ഒന്ന് തിരിച്ച് തല്ലുക പോലും ചെയ്യാഞ്ഞത് എന്നൊക്കെ മാലതി ചോദിക്കുമ്പോൾ അതൊക്കെ വെറും ഷോ അല്ലായിരുന്നു എന്ന് വൈശാഖ് പറയുന്നു. തുടർന്ന് മാലതി പറയുകയാണ്, എനിക്കറിയാം ആ മൈഥിലിയെ കൊണ്ട് വാളൊന്നും എടുക്കാൻ പറ്റില്ലെന്ന്. ഇന്നലെ രാത്രി മുഴുവൻ കാർത്തിയുടെ കൂടെ അവള് കാർത്തിയുടെ മുറിയിലല്ലായിരുന്നു. മൈഥിലിയും കാർത്തികും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു മുറിയിലാണ് ഇന്നലെ രാത്രി കഴിഞ്ഞതെന്ന് മാലതി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ്. അപ്പോ മീനാക്ഷിയോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മീനാക്ഷിയെ ആ മൈഥിലി ബോധം കെടുത്തിയെന്നും എന്നിട്ടാണ് രണ്ടുപേരും കൂടി ഒരു മുറിയിൽ കഴിഞ്ഞതെന്നും മാലതി പറയുന്നു. തുടർന്ന് രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം വൈശാഖിനോട് പറയുകയാണ് മാലതി. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന വൈശാഖിനെയാണ് കാണിക്കുന്നത്. ഓ അത് ശരി, അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ അതിന് നിനക്കെന്താ, നിങ്ങൾ ആങ്ങളെയും പെങ്ങളുമല്ലേ എന്ന് മാലതി പറയുന്നു. ചേച്ചി ഫോൺ വെച്ചേന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വൈശാഖ് കോള് കട്ട് ചെയ്യുകയാണ്. കോൾ വെച്ച ഉടൻ തന്നെ മാലതി പറയുകയാണ്, എനിക്കിപ്പോഴാ ഒന്ന് സന്തോഷമായത്. ഇന്നവിടെ എന്തെങ്കിലും നടന്നിരിക്കും. തുടർന്ന് വൈശാഖ് ദേഷ്യത്തോടെ മൈഥിലിയെന്ന് വിളിക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വൈശാഖിന്റെ അടുത്തേക്ക് മൈഥിലി ചെല്ലുന്നു. എന്താ വൈശാഖെ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം? കുഞ്ഞുറങ്ങാഞ്ചിട്ടാണോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മൈഥിലിയെ വൈശാഖ് അകത്തേക്ക് പറഞ്ഞു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തിക്ക് മരുന്നെടുത്തു കൊടുക്കുകയാണ് മീനാക്ഷി. നല്ല പെയിനുണ്ട്, ഉറക്കവും വരുന്നുണ്ടെന്ന് കാർത്തി പറയുമ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമല്ലായിരുന്നോ കാർത്തിയുടെ ഉറങ്ങാൻ പറഞ്ഞ് മീനാക്ഷി കാർത്തിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ്. മൈഥിലി ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വൈശാഖ് എഴുന്നേൽക്കുകയും ആ ഉടവാള് തൻ്റെ കയ്യിലെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഉടവാളും തൻ്റെ കുറച്ച് ഡ്രസ്സുകളും എല്ലാം തന്നെ പാക്ക് ചെയ്ത് വൈശാഖ് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ നല്ല മയക്കത്തിലാണ് മൈഥിലി. അങ്ങനെ വൈശാഖ് പോയതിന്റെ പിന്നാലെ തന്നെ ഒരു വണ്ടി നിറയെ ഗുണ്ടകള് വൈശാഖിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ ഉറങ്ങുന്ന മീനാക്ഷിയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന ഗുണ്ടകളിൽ ഒരാള് വടിവാള് മൈഥിലിയുടെ കഴുത്തിന് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ മൈഥിലി ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നു. വൈശാഖി ഓടി വായെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് മൈഥിലി. മിണ്ടിപ്പോകരുത്, നീ കരഞ്ഞ് ആൾക്കാരെ കൂട്ടിയാലേ നിന്റെ മരണം വളരെ പെട്ടെന്നായിരിക്കുമെന്ന് ഗുണ്ടകളിലൊരാൾ പറയുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി പേടിയോടെ അയാളെ നോക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെ കാത്തു നിൽക്കുന്ന വക്കീലിനെയും ഇന്ദ്രജയുമാണ്. അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ഇന്ദ്രജ പറയുമ്പോൾ അവൻ ചതിയനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്ന് ആ വക്കീൽ പറയുന്നു. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വൈശാഖ് ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ ആ വാളിങ് പുറത്തെടുത്ത വൈശാഖെ, ഞാൻ അതൊന്ന് കാണട്ടെ എന്ന് ഇന്ദ്രജ പറയുമ്പോൾ വാളെടുത്ത് ഇന്ദ്രജയെ കാണിക്കുകയാണ് വൈശാഖ്. അത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അനന്തഗോപനെയും ഇന്ദ്രജയുമാണ് കാണിക്കുന്നത്. അങ്ങനെ വൈശാഖ് ഇന്ദ്രജയുടെ കയ്യിലേക്ക് ആ വാള് കൊടുക്കുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, നീ ദിനം കൂടുന്തോറും മിടുക്കനാണെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞ് വാള് അനന്തഗോപന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇന്ദ്രജ അകത്തേക്ക് പോകുന്നു. ഇന്ദ്രജയെ പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന വൈശാഖിനെയും അതേസമയം വൈശാഖ് ദേഷ്യത്തോടെ അനന്തഗോപനെയും നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.